സാബ് വിഷമിക്കുന്നു വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. സീക്രട്ട് ആയാലും വിളിക്കാം. ഓക്കെ, സീക്രട്ട് ഏജന്റിനെ വിളിക്കാം. എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ ജിൻഡോ കപ്പ് എവിടെയും എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് പറഞ്ഞ നമുക്കൊന്ന് വിളിക്കാം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്താ പരിപാടി? എടാ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നടാ. ഞാൻ പെട്ടെന്ന് നിന്റെ ഓർമ്മ വന്നിട്ട് ഞാൻ വിളിച്ചതാ. പണി വരുന്നുണ്ടവറാച്ച. നിനക്ക് ഒരാളെ കാണിച്ചു തരട്ടെ? ഈശ്വര, ഇവിടെയും പാരയോ? എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ സായി. ആ നിനക്കെന്താ ഇത് ജിന്നപ്പ കപ്പടിച്ചൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊക്കിക്കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും? ഈ പൊക്കിക്കൊണ്ടാലോ ആ അന്ന അതിനുള്ളിൽ കേറിയിട്ട് ഈ ഒരു 1-2 ദിവസം നിക്കല്ലോ സംശയം. അല്ല, 3-ാം ദിവസം തിരിച്ചു വരുന്ന പറയാനായിട്ട് ഇത് സീക്രട്ട് ഏജന്റ് പോയി കണ്ണാപ്പിയായിട്ട് വന്നവനല്ല, ഇത് തൊപ്പിയാണ്. അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നല്ലോ. എന്ത് കരഞ്ഞുകാലൂടി ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് വന്നിട്ടില്ലേ? എന്റെ തലൊക്കെ അടികൊടയിലെ കൊണ്ട്. അവിടെ 72 ക്യാമറ CCTV ഉണ്ട്. കട്ടുകൊണ്ട് പോരാനല്ല, ജയിച്ചു വരാനോ. ചുമ്മാ സമയമായിട്ടിട്ട് കളത്തണ്. എന്ത് ക്ലാസ് എടുത്തരാൻ പറ. ക്ലാസ്? ആ പിന്നെ ഞാൻ ഫുൾ ട്രെയിനിങ് മൊത്തം എടുത്തിട്ട് ഞാൻ പോവും. അതിന് വലിയൊരു യൂണിവേഴ്സിറ്റി ഇല്ല കപ്പടിക്കാൻ. ആ വരവ് കണ്ടില്ലേ, അംഗം ജയിച്ചു വരുന്ന ചേകവരെ പോലെ. സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ആ പോ.